നമസ്കാരം. എൻ്റെ പേര് ജിസ്മരിയ. നിലവിൽ PWD തേർഡ് ഗ്രേഡ് ഓവർസിയറായിട്ട് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ കോന്നി റോഡ് സെക്ഷനിൽ ജോലി ചെയ്യുകയാണ്. ഞാൻ 2013 ഡിപ്ലോമ പാസ് ഔട്ട് ആവുന്നത്. ആ വർഷം തന്നെ വിവാഹം കഴിഞ്ഞു, കുഞ്ഞുമുണ്ടായി. കുഞ്ഞിനൊരു വയസ്സായതിനു ശേഷമാണ് പിന്നീട് ഒരു ജോലിയെ പറ്റി ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ പല പ്രൈവറ്റ് ജോലികളും എംപ്ലോയ്മെൻറ്റ് വഴി ഗവൺമെൻറ് സെക്ടറിലും ജോലികൾ നോക്കിയിട്ടുണ്ട്. സ്ഥിരതയില്ലാത്തൊരു ജോലി എനിക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായി തോന്നി. അങ്ങനെയാണ് സ്ഥിരമായൊരു ജോലി, ഒരു ഗവൺമെൻറ് ജോലി വേണം എന്നൊരാഗ്രഹത്തിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ എൻ്റെ സഹോദരി, കസിൻ സിസ്റ്ററാണ് എനിക്ക് ചാലക്കുടിയിൽ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനായിട്ട് ഒരു കോച്ചിങ് സെൻറ്റർ ഉണ്ട് എന്നോട് പറയുന്നത്. ഹോളിമാത അക്കാഡമി ഷിൻഡോ സാറ് നടത്തുന്ന ഒരു കോച്ചിങ് സെൻറ്റർ ഉണ്ട് എന്നുള്ളൊരു അറിവ് എനിക്ക് ആദ്യമായി എപ്പോഴാണ് ലഭിക്കുന്നത്. അങ്ങനെ 2019 ഞാൻ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞായതിനു ശേഷമാണ് പഠിക്കാനായിട്ട് ഹോളിമാതയിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ 2013 മുതലുള്ള ബ്രേക്കും 2 കുഞ്ഞുങ്ങളുള്ളതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു. എങ്കിൽ പോലും ജോയിൻ ചെയ്യുന്ന സമയത്ത് ഷിൻഡോ സാർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. നിങ്ങളെക്കൊണ്ട് സാധിക്കും, എത്ര ബുദ്ധിമുട്ടാണെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നാൽ എന്തായാലും ഒരു റിസൾട്ട് കിട്ടും എന്ന് സാർ അപ്പോഴേ പറയാറുണ്ടായിരുന്നു. സാറ് പറഞ്ഞ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തത്. ആദ്യമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് തോന്നിയിരുന്നെങ്കിലും, പഠനത്തിൻ്റെ ബ്രേക്ക് വന്നതിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളും തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് വളരെയധികം മാറാനായിട്ട് സഹായിച്ചൊരു കാര്യമെന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിൻ്റെ സഹകരണവും, ഒപ്പം തന്നെ ഹോളിമാതയുടെ മാത്രം പ്രത്യേകതയായ കമ്പൈൻ സ്റ്റഡി എന്ന ഒരു ഫോർമാറ്റും കൂടിയാണ്. ഹോളിമാതയിലെ ടീച്ചേഴ്സ് ഒന്നിനൊന്ന് മികച്ച പ്രഗത്ഭരാണ്. നമുക്ക് ക്ലാസ് എടുക്കുന്ന ഓരോ അധ്യാപകരുടെയും നോട്ട്സ് മാത്രം പഠിച്ചുകൊണ്ട് എക്സാം എഴുതിയാൽ മാത്രം നമുക്ക് ഒരു 72% മാർക്ക് എന്തായാലും എക്സാമിന് കവർ ചെയ്യാൻ പറ്റും. വീക്കിലി നടക്കുന്ന എല്ലാ എക്സാംസും, റിവിഷൻ പോലെ നടത്തുന്ന എല്ലാ എക്സാംസും നമുക്ക് PSC എക്സാമിൻ്റെ സമയത്ത് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. അതുപോലെ തന്നെ കമ്പൈൻ സ്റ്റഡി, അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടി മാത്രമായി സാറിൻ്റെ സ്ഥാപനം നമുക്ക് തുറന്നു തന്നിരിക്കുക. ഒരു സമയ ലിമിറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് തുറന്നു തന്നിരിക്കുകയായിരുന്നു. ക്ലാസ് ടൈം 10 മണി മുതൽ 3 മണി വരെ ആണെങ്കിൽ അതിന് മുൻപായിട്ട് ഏർലി മോർണിംഗ് 7 മണി മുതലും ഈവനിങ് 6:30-7:30 വരെയുള്ള ടൈം വരെയും സാർ നമുക്ക് കമ്പൈൻ സ്റ്റഡിക്കായിട്ട് സാറിൻ്റെ സ്ഥാപനം വിട്ടു നൽകിയിരുന്നു. കമ്പൈൻ സ്റ്റഡി ടൈമിൽ ഞങ്ങളൊരു 9 സുഹൃത്തുക്കളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഞങ്ങൾ 9 പേരും ഗവൺമെൻറ് സർവീസിലാണ്. 3 പേര് പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് ഇറിഗേഷൻ, LSTD, PWD ഡിപ്പാർട്ട്മെൻറ്റുകളിലായി അസിസ്റ്റൻറ്റ് എഞ്ചിനീയേഴ്സായി വർക്ക് ചെയ്യുകയാണ്. ബാക്കിയുള്ളവർ PWD ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഗ്രേഡും സെക്കൻഡ് ഗ്രേഡും തേർഡ് ഗ്രേഡ് ഓവർസിയേഴ്സായി ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഈ 9 പേരും ജോലിക്ക് കയറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കമ്പൈൻ സ്റ്റഡി എന്നൊരു മെത്തേഡ് കൊണ്ട് എന്താണ് നമുക്ക് ലഭിക്കുന്നതെന്ന്. ഞാൻ വെറും ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. എനിക്ക് ഒരു ഗവൺമെൻറ് ജോലി നേടാൻ പറ്റുമെന്ന് പലപ്പോഴും സംശയം തോന്നുന്ന ഘട്ടങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്തിരിക്കുന്ന കാര്യം സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സസാണ്. മോട്ടിവേഷൻ ക്ലാസ്സസ് ലഭിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ള വീണ്ടും ഒരു ബൂസ്റ്റ് എനർജി നമുക്ക് അതുവഴി ലഭിക്കാറുണ്ട്. പിന്നീട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, കമ്പൈൻ സ്റ്റഡിയും റെഗുലർ ക്ലാസ്സും കൂടാതെ സാർ ഈവനിങ്ങിൽ മാത്രമായി സാറിൻ്റെ വീടിനടുത്ത് കുറ്റിക്കാട് സാറ് ഈവനിങ് ക്ലാസ്സസ് എടുത്തിരുന്നു, നൈറ്റ് ക്ലാസ്സസ് എടുത്തിരുന്നു. ഞാൻ അതിലും അറ്റൻഡ് ചെയ്തിരുന്നു. ഈവനിങ് ഒരു 7:30 മുതൽ നൈറ്റ് ഒരു 10 o'clock വരെ സാർ ഈവനിങ് ക്ലാസ്സസ് നടത്തിയിരുന്നു. വളരെ സിമ്പിളായിട്ട് റെഗുലർ ക്ലാസ്സിൽ നടക്കുന്ന അതേ സബ്ജക്ട്സ് തന്നെ സാറ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തരും. മാത്സ് എല്ലാം ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുമോ എന്ന് ആ ക്ലാസ്സുകളിൽ ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിലവിൽ ഞാൻ 3 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ ഇപ്പോഴും പഠിക്കാനായിട്ട് മോട്ടിവേഷൻ തന്നുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ എനിക്ക് ഇങ്ങനൊരു ജോലിക്ക് കയറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ എല്ലാവർക്കും, വെറും ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്, ഒരമ്മയാണ്, 3 മക്കളുടെ അമ്മയാണ്, കുടുംബത്തിൻ്റെതായ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. എനിക്ക് ഇങ്ങനൊരു ജോലിക്ക് കയറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നത് ഹോളിമാതയ്ക്കും ഹോളിമാതയിൽ എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനും, ഷിൻഡോ സാറിനും, കമ്പൈൻ സ്റ്റഡി ടീമിലുണ്ടായ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, സാറ് പ്രത്യേകം എഫേർട്ട് എടുത്ത് പഠിപ്പിച്ച കുറ്റിക്കാടുള്ള സാറിൻ്റെ ഈവനിങ് ക്ലാസ്സസിനുമാണ്. അപ്പോൾ എല്ലാവരും ഹോളിമാതയിൽ പ്രത്യേകം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ക്ലാസ്സുകളിൽ നിങ്ങളും ഉപയോഗപ്രദമാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നം വിദൂരമല്ല എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നന്ദി.